എക്സൽ VBS മിനിസ്ട്രീസ് ഒരുക്കുന്ന ലഘുനാടകം ദൈവസ്നേഹം. സാധനമാകാമോ? നീ എപ്പോഴാ വരുന്നത്? ഇപ്പൊ തന്നെ സമയം ഒത്തിരി വൈകി. ദൈവമേ, എന്റെ മകനെ നീ തന്നെ കാത്തോളേ. ചേട്ടാ, മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അവരെ ഉപദേശിക്കണം. എന്റെ മകനെ എനിക്കറിയാം. അവൻ മോശം കൂട്ടുകാരികളൊന്നും പോകുകയില്ല. ഞാൻ കഴിച്ചല്ലേ അവൻ കഴിക്കുന്നേ. ചെറുപ്പക്കാരാകുമ്പോ അങ്ങനെയാണ്. കുറച്ച് കളിയും തമാശയും കൂട്ടുകാരും ഒക്കെ വേണം. എന്തായാലും അവൻ വരട്ടെ, ഞാൻ അവനോട് ചോദിക്കാം. അവനെ വഴക്ക് പറയാനല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും തെറ്റുകൾ അവന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ നമുക്ക് തിരുത്തി കൊടുക്കാലോ. നീ വിഷമിക്കാതെ, നമുക്ക് ആകെ ഒരു മകനല്ലേ ഉള്ളൂ. അല്പം കൊഞ്ചിച്ച് വഷളാക്കി എന്നത് ശരിയാണ്. അല്പമല്ല, ഒത്തിരിയധികം നിങ്ങൾ അവനെ കൊഞ്ചിച്ച് വഷളാക്കിയിട്ടുണ്ട്. ശരി ശരി, അവന്റെ കാര്യം പറഞ്ഞ് നമ്മൾ വഴക്കിടണം. എന്തായാലും അവനെ നാളെ തന്നെ ഞാൻ ഉപദേശിക്കാം. മോനെ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. നീ ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? ഞാൻ അറിഞ്ഞു പോലും ഇല്ലല്ലോ. ഇട നിന്നോട് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ഇപ്പൊ എന്താ? ഞാൻ പാട്ട് കേൾക്കുകയായിരുന്നു. എന്താ ചോദിച്ചത്? നീ ഇന്നലെ എപ്പോഴാ വന്നതെന്ന്. എല്ലാ ദിവസവും ഒത്തിരി വൈകിയാണല്ലോ വരുന്നത്. അതിനെന്താ? ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നാ മതിയോ? ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ വൈകുന്നേരം ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങുന്നതാ. മോനെ, നിന്റെ അപ്പനും അമ്മയ്ക്കും നിന്നെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. നിനക്ക് ഞങ്ങളോട് സംസാരിക്കാൻ പോലും സമയമില്ലേ? ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. അതിരിക്കട്ടെ, നിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അമ്മ ഭയങ്കര വിഷമത്തിലായിരുന്നു. അത് പിന്നെ അത് പപ്പ കൂട്ടുകാരാണെങ്കിൽ ഇട്ടതായിരിക്കും. ഞാനും അത് നിന്റെ അമ്മയോട് പറഞ്ഞു. മോനെ, എനിക്ക് മദ്യപിക്കുന്നതോ പുക വലിക്കുന്നതോ ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയാലോ. നീയും അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലുമില്ല പപ്പ. എങ്കിൽ ശരി പപ്പ, എനിക്ക് അർജന്റായിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ പോകണം. ഞാൻ അല്പം ലേറ്റ് ആകും. നിനക്ക് നീ ഇന്ന് എങ്ങും പോകണ്ട. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് എന്റെ കൂട്ടുകാരെ ഒന്നും പഴക്കാൻ പറ്റില്ല. ശരി, ഞാൻ ഇറങ്ങുമോ? ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. എന്ത് പറ്റി? അവരുടെ അതൊരു കത്തി ഉപയോഗിച്ച് ഞാൻ അവനെ കുത്തി. ദൈവമേ, എന്റെ മകനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? മോനെ, നീ ഒരു കാര്യം ചെയ്യേ. ആ കത്തിയും നിന്റെ വസ്ത്രവും ഇവിടെയിട്. പോലീസിന് മുമ്പിൽ ഞാൻ കീഴടങ്ങും. പപ്പ, എന്നോട് ക്ഷമിക്കണേ. മോനെ, നീ വിഷമിക്കണ്ട. ഇനി നീ ഒരു തെറ്റുകളിൽ ഉൾപ്പെടുന്നു. അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ, അത് മറക്കരുത്. പപ്പ, എന്നോട് ക്ഷമിക്കണേ. നിരവധി നാളുകൾ നീണ്ട വിചാരണയ്ക്കുള്ളിൽ ആ പിതാവിനെ വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചു. ജയിലിൽ പിതാവിനെ കാണണമെന്ന മകൻ. ഞാനായിരുന്നു ശിക്ഷിക്കപ്പെടേണ്ടത്. എനിക്ക് വേണ്ടി പപ്പ ഈ ശിക്ഷ ഏറ്റെടുത്തു. മോനെ, ഒരു കാര്യം മാത്രം നീ ഓർക്കുക. ഇനി നീ തെറ്റ് ചെയ്താൽ നിനക്ക് വേണ്ടി മരിക്കും വേറൊരു പിതാവില്ല. വേറൊരു പിതാവില്ല. പ്രിയ കൂട്ടുകാരെ, നാം ഓരോരുത്തരും ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കേണ്ടവരാണെന്ന്. എന്നാൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു. അവനെ പൂർണ്ണമായി വിശ്വസിക്കുക, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസ്തയോടെ ജീവിക്കാൻ തീരുമാനിക്കുക. ഇനി നമുക്ക് വേണ്ടി മരിക്കുവാൻ കർത്താവ് വരികയില്ല. വിശുദ്ധിയോടെ ജീവിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ അവൻ വീണ്ടും വരും. അവനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക.